എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. സ്ഥിരം പ്രേക്ഷകർക്ക് ഈ ഒരു പങ്ക്തിയെക്കുറിച്ചിട്ട് അറിയാം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള വാർത്തകളുടെ പിന്നിലുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചിട്ട്, ആ ഒരു റിയാലിറ്റിയെ കുറിച്ചിട്ടാണ് പലപ്പോഴും ഞാനിവിടെ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായി ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമാണ്. ഞാൻ നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നതും കേൾക്കുന്നതും സത്യമെന്ന് വിശ്വസിക്കുന്ന ആളുകളിൽപ്പെട്ട ആളുകളായിരിക്കാം. പല സാഹചര്യങ്ങളിലും എല്ലാ ആളുകൾക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ചെങ്കിൽ മാത്രമേ പല കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഈ ദിവസങ്ങളിലേറെ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ശരിക്കും പറഞ്ഞാൽ അത് നിർഭാഗ്യകരമാണ്. അർജുൻ എന്ന് പറയുന്ന ഒരാളുടെ മരണം. അദ്ദേഹം ഒരു പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ അർജുനുമായി ബന്ധപ്പെട്ട് ഒത്തിരിയധികം ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തൊഴിൽ ദാതാവ് സുഹൃത്തായിട്ടുള്ള മനാഫ്, ലോറി ഓണർ, അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ശരിക്കും പറഞ്ഞാൽ അത് നിർഭാഗ്യകരം എന്നല്ലാതെ എന്ത് പറയാനാണ്. ഈ പ്രകൃതി ദുരന്തങ്ങളിൽ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും മരണപ്പെടുന്നുണ്ട്. കേരളത്തിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ട പ്രകൃതി ദുരന്തം ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. കുറേയധികം ആളുകളുടെ ഒരു ഇൻഫർമേഷനും നമുക്കറിയില്ല, അവർ മണ്ണിനടിയിൽ പെട്ടുപോയി. ഇതിൽ വളരെ വിരളിൽ എണ്ണാവുന്ന ആളുകളുടെ പേരുകൾ മാത്രം നമുക്ക് ഓർമ്മയുള്ളൂ. ശിരൂരിൽ മരണപ്പെട്ട അർജുൻ, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, ആശ്രിതരെയൊക്കെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പ്രണയം, ഇതൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ ബാക്കി എല്ലാ ആളുകളും മരണപ്പെട്ടതും ഇതേ കാരണത്താലാണ്. കാലാവസ്ഥ വ്യതിയാനം കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു ഇടമാണ് കേരളം. മണ്ണിടിച്ചിൽ ഇനിയും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആളുകൾ വളരെ സിമ്പിളായിട്ട് അവരുടെ സ്കൂൾ കാലഘട്ടത്തിലെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് പറയും മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ മതി. എന്നാൽ ഈ പരിസ്ഥിതി ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തമൊക്കെ അനുസരിച്ചിട്ടും ഇപ്പോഴത്തെ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഴയ്ക്ക് ആ ഒരു മരങ്ങളടക്കം താഴേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള, നമ്മളിൽ പലരും, ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇരയാവാൻ സാധ്യതയുള്ള സംഗതികളാണ്. എന്നാലും നമുക്ക് വിരലിൽ എണ്ണാവുന്ന ആളുകളുടെ പേരുകൾ ഓർമ്മയുള്ളൂ. ഈ മീഡിയ ഷോനിസം എന്ന് പറയുന്നൊരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മേൽ ഷോനിസം കേട്ടിട്ടുണ്ട്, ആധിപത്യം, പുരുഷാധിപത്യം, അതേപോലെ തന്നെ മാധ്യമ ആധിപത്യം. ഈ പേരുകൾ മാത്രം നിങ്ങൾ കാണുക, ഈ രീതിയിൽ മാത്രം ചർച്ചകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ള അവരുടെ ആ ഒരു നിർബന്ധ ബുദ്ധിയിൽ നിന്നും അവരുടെ ആ ഒരു റേറ്റിങ്ങിനോടുള്ള ആ ഒരു അമിത ആസക്തി കൊണ്ടും ഉണ്ടാവുന്ന ഒരു സംഭവമാണിത്. അർജുൻ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു പ്രകൃതി ദുരന്തം കൊണ്ടാണ്. അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞ എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയോടുള്ള സമീപനം, അദ്ദേഹത്തിൻ്റെ തൊഴിൽ ദാതാവിൻ്റെ കുറേയധികം സ്റ്റേറ്റ്മെൻറ്റുകൾ, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ, അതേപോലെ ഇതിനേക്കാളും എല്ലാത്തിനും ഉപരി നമ്മളിൽപ്പെട്ട ഒരാൾ മറ്റൊരു സംസ്ഥാനത്ത് അവഗണന നേരിടുന്നു, മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്നു. നമ്മൾ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചിട്ടൊക്കെ വാചാലരായി 2 സംസ്ഥാനങ്ങളും ഒന്നു ചേർന്ന് പ്രവർത്തനം ഏകോപിപ്പിച്ചു. തെരച്ചിലൊക്കെ കാര്യമായി തന്നെ നടത്തി, മാധ്യമങ്ങൾ ഇടപെട്ടു. ആ ഒരു വാർത്തകളൊക്കെ കഴിഞ്ഞു. പിന്നീട് ആ ഒരു വാർത്തകൾ വേറൊരു തരത്തിലേക്ക് പോവുകയാണ്. അതിന് വല്ലാത്തൊരു മാധ്യമ ശ്രദ്ധ കിട്ടുകയാണ്. ആ ഒരു മാധ്യമ ശ്രദ്ധയെക്കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഈ മാധ്യമ ആധിപത്യം വരുന്നത്, ഇവരുടെ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം വരുന്നത്. ഒരു കാലം വരെ ഈ കണ്ണീർ സീരിയലുകളിൽ നമ്മളെ പിടിച്ചു നിർത്താനായിട്ട് വലിയ രീതിയിൽ സാധിച്ചിരുന്ന ആളുകളാണ് കേരളത്തിലെ മെയിനായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ. എന്നാൽ ഈ ഒരു കണ്ണീർ സീരിയലുകളുടെ കഥകളൊക്കെ ഭയങ്കര ക്ലീഷയായി മാറിയതുകൊണ്ട് പ്രേക്ഷകർ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അവരത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ദുരന്തങ്ങളാണ്. ആ ഒരു ദുരന്തങ്ങൾ ആളുകളുടെ മുൻപിലേക്ക് വാർത്തകളായി എത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഈ ഒരു റേറ്റിംഗ് സൃഷ്ടിക്കാനായിട്ട് പറ്റത്തില്ല. മാധ്യമങ്ങളുടെ ഗ്രാഫുകൾ ഇങ്ങനെ താഴെ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ, മത്സരങ്ങൾ കാണാറുണ്ട്. എങ്ങനെയാണ് ആ ഒരു ഗ്രാഫ് മുകളിലും താഴേക്ക് പോകുന്നത്? ഈ വാർത്തകളിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിരലിൽ എണ്ണാവുന്ന ആളുകളുടെ പേരുകൾ മാത്രമേ ഓർമ്മയുള്ളൂ. ഈ ദുരന്തങ്ങളിൽപ്പെട്ട വിരലിൽ എണ്ണാവുന്ന ആളുകളുടെ പേരുകൾ മാത്രമേ ഓർമ്മയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ സീരിയലായിട്ട് ഇതിനെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എലമെൻറ്റുകൾ ഉള്ളവരെ മാത്രമേ മാധ്യമങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കത്തുള്ളൂ. ഇപ്പോൾ അർജുൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രെഡ് വിന്നർ, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാൾ, നായകൻ, സൗഹൃദം, തൻ്റെ കൂട്ടുകാരന് വേണ്ടി, തൻ്റെ ജോലിക്കാരന് വേണ്ടി അന്ന് മുതൽ ഇന്ന് വരെ അവിടെ നിൽക്കുന്ന ഒരാളുടെ സൗഹൃദം, അതേപോലെ തന്നെ കുടുംബാംഗങ്ങൾ, അവിടെ ഒരു കൂട്ടം അംഗങ്ങളുണ്ട്, അനിയൻ. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സീരിയലുകളിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം മാധ്യമങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണ്. അവിടെ ഒരു ഗവൺമെൻറ് ജോലി അദ്ദേഹത്തിൻ്റെ വൈഫിന് കിട്ടുന്നു, നല്ല കാര്യം.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാർത്താ പ്രാധാന്യം കൊണ്ട് കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണം എന്ന് പറഞ്ഞ ആ ഒരു റിയാലിറ്റി കഴിഞ്ഞതിന് ശേഷം ആ ഒരു വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകളും പ്രശ്നങ്ങളുമാണ് ഉണ്ടാകുന്നത്. പ്രശസ്തി, ആനുകൂല്യങ്ങൾ, സൗജന്യങ്ങൾ, ഇതൊക്കെ എല്ലാ മനുഷ്യന്മാരെയും ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളാണ്. ഈ അമിതമായിട്ടുള്ള മാധ്യമ ശ്രദ്ധ വരുന്ന സമയത്ത് ഇതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളിലേക്ക് ഇതൊക്കെ കടന്നു ചെല്ലും. ഇതൊക്കെ കടന്നു ചെല്ലുന്ന സമയത്ത് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങൾ, പ്രശസ്തി, ആനുകൂല്യം, സൗജന്യം ഒക്കെ ആഗ്രഹിക്കുന്ന മറ്റുള്ള ആളുകൾ, അത് പൊതുജനമായിരിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കാം, അവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ആ ഒരു കോൺഫ്ലിക്റ്റുകൾക്കിടയിൽ ഉണ്ടാവുന്ന അനാവശ്യ വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയോ ഒന്നും വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല. അമിതമായിട്ടുള്ള മാധ്യമ ഇടപെടലാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ. എല്ലാ മനുഷ്യന്മാരും മരണം എന്ന് പറയുന്ന റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ അവിടെ അവരുടെ തുടർ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്, ചെയ്യാത്ത ആളുകളുണ്ട്. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മരണം, ആ ഒരു സംഭവം വാർത്താ പ്രാധാന്യം നേടിയതുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട കുറേയധികം എലമെൻറ്റുകളിൽ ഒരു ദുരന്താസ്വാദനം സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള സംഭവങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്തിയതുകൊണ്ടും നമ്മളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു മരണമാണ്, ദുരന്ത മരണമാണ്. ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഉറ്റവർക്കും ഉടയവർക്കും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക, ആ ഒരു ചർച്ച അവസാനിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ വെറുതെ വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ സീരിയലായിട്ടുള്ള ഒരു പരിപാടിയിൽ ഇതിനെ സമീപിച്ചതുകൊണ്ടും അദ്ദേഹത്തിനൊരു ഒരു നായക പരിവേഷമൊക്കെ നൽകിയതുകൊണ്ടും ഇതിൽ കുറേയധികം ലാഭങ്ങൾ മാധ്യമങ്ങൾക്കുണ്ട്. ഇതിൽ സംഭവിച്ച ഏറ്റവും ദാരുണമായിട്ടുള്ള റിയാലിറ്റി എന്ന് പറയുന്നത്, അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ദുരന്ത നായകനായിട്ട് കുറേയധികം ആളുകൾ പ്രതിഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ. കുറേ ദുരന്ത സാഹിത്യങ്ങൾ എഴുതി, മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ കിടക്കുന്ന അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള കവിതകൾ ആളുകൾ രചിച്ചു. ഒത്തിരിയധികം ആളുകൾ ശ്വാസം കിട്ടാതെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കുറേയധികം സംഭവങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ കുറേ ഇമോഷണൽ എലമെൻറ്റുകൾ, ബാക്ക്ഗ്രൗണ്ടുകൾ സൃഷ്ടിക്കുകയും ഈ പറയുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പടച്ചു വിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സീരിയലൊക്കെ കണ്ട് ആസ്വദിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു വാർത്തകൾ കണ്ട ആളുകൾ അങ്ങ് ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെ കോൺഫ്ലിക്റ്റുകൾ, ആളുകൾ, അതിനകത്ത് ഇടപെടുന്ന ആളുകൾ, സൗഹൃദം, അതേപോലെ തന്നെ കുടുംബം, ഇതൊക്കെ അങ്ങനെ ആസ്വദിക്കുകയാണ്. എന്നിട്ട് സദാസമയം അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ഈ ഒരു ടോട്ടൽ ഒരു സീനിനെ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയാണ് ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നത്. ഇതൊരു മാധ്യമ സൃഷ്ടിയാണ്. അവരെ വെറുതെ വിടുക. അതേപോലെ തന്നെ എല്ലാവരും മനുഷ്യന്മാരൊക്കെ തന്നെയാണ്. ഇതിങ്ങനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഡിറ്റ് ചെയ്ത് ആളുകൾ ഇരിക്കുന്നതിൻ്റെ ലാഭം ആക്ച്വലി കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കോ അല്ല. അത് ഇവിടെയുള്ള കുറേയധികം മാധ്യമങ്ങൾക്കാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചർച്ച പോലും സാധ്യമാവുന്നത്, ഇന്നിവിടെ ഒരു വീഡിയോ പോലും സാധ്യമാവുന്നത് ഈ ഒരു അനാവശ്യ ചർച്ചകളിൽ നിന്നിട്ടാണ്. ഇതല്ല ഇതിൻ്റെ ഒരു പ്രോപ്പർ രീതി. ഈ തരത്തിലുള്ള മാധ്യമ ആധിപത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു റിയാലിറ്റിയെ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഒരു കാര്യത്തിൽ നമ്മൾ അനാവശ്യമായിട്ട് കുറേയധികം നാളുകൾ കണക്റ്റായിരിക്കുന്നത്? അതിനെന്തെങ്കിലും ബെനിഫിറ്റ് ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഇപ്പം നടക്കുന്ന ഈ ഒരു ചർച്ച കൊണ്ട് അർജുന ഒരു ബെനിഫിറ്റ് ഇല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ബെനിഫിറ്റ് ഇല്ല. മൊത്തത്തിൽ ചില പ്രശ്നങ്ങൾ, വെറുതെ കുറേ ഹെയ്റ്റ്. ഈ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയാണ് മാധ്യമങ്ങൾ ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.